നമ്മുടെ സൈബർ കമ്മികളുടെ പുതിയ താത്വികാചാര്യൻ സഖാവ് പൂമരൻ സ്വരാജ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കണ്ടു. അയാൾ പറഞ്ഞതിൽ കുറച്ച് വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടു. പുള്ളി പറയുകയാണ്, വയനാട്ടിലേക്ക് കോൺഗ്രസ് ഫണ്ട് പിരിച്ചപ്പോഴത്തേക്ക് അതിൽ എല്ലാ മനുഷ്യരും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കണക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വെച്ചേ പറ്റുള്ളൂ. ഇത് എല്ലാ മനുഷ്യരും കോൺഗ്രസിന് ഫണ്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളുമായിരിക്കും കോൺഗ്രസിൻ്റെ പിരിവ് കൊടുത്തിട്ടുണ്ടാകുക. അതുകൊണ്ട് കോൺഗ്രസ് കണക്ക് വെക്കണം, ജനം എല്ലാവരും കൊടുക്കുക. ഇതേ സ്വരാജ് തന്നെ പറയുകയാണ്, ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ട് അത് പാർട്ടി പ്രവർത്തകർ മാത്രമാണ് അതിലേക്ക് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അത് കണക്ക് വെക്കേണ്ട കാര്യമില്ല. കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുകയാണ്, അത് കണക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതൊരു പോർഷനെ. ഇതേ സ്വരാജ് തന്നെ ഇതിൽ പറയുന്നു, ധനരാജ് ഫണ്ട് ഉപയോഗിച്ച് അവരുടെ കാര്യങ്ങൾ, അവരുടെ വീടിൻ്റെ കാര്യങ്ങൾ, കേസിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തീർന്നതിന് ശേഷം നമ്മൾ കണക്ക് വെച്ചാൽ മതി. അതെന്ത് ന്യായമാണ് സ്വരാജ്? എന്ത് വിഡിത്തമാണ് നിങ്ങൾ പറയുന്നത്? വയനാട് കോൺഗ്രസ് ഫണ്ട് പിരിച്ചു, അവിടെ കുറച്ച് ഡിലേ സംഭവിച്ചിരിക്കുന്നു, സ്ഥലം ഏറ്റെടുത്തതേ ഉള്ളൂ, നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നു. ആ കോൺഗ്രസ് ആ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിന് ശേഷമല്ലേ കണക്ക് വെക്കേണ്ടത് നിങ്ങളുടെ ലോജിക്ക് പ്രകാരം? ധനരാജിൻ്റെ ഇത് കഴിഞ്ഞ് എത്രയോ കാലങ്ങളായി, എന്നിട്ട് നിങ്ങൾ പറയുന്നു അതെല്ലാം തീർന്നതിന് ശേഷം കണക്ക് വെക്കാമെന്ന്. ഇവിടെ നിങ്ങൾ 2-2.5 കൊല്ലമായിട്ട് നിങ്ങൾ സർക്കാർ പോലും വീട് വെച്ച് കൊടുക്കാത്ത സ്ഥലത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന 10 കൊല്ലമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന സംഘടനയുടെ വീടുകൾ വൈകുന്നു. അവർ വീട് വെച്ചതിന് ശേഷമല്ലേ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടത്? അവർ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടത് കോൺഗ്രസിന് ഫണ്ട് കൊടുത്ത നിങ്ങളുടെ ലോജിക്ക് പ്രകാരം കോൺഗ്രസിന് ഫണ്ട് കൊടുത്തവരോടല്ലേ? അത് കോൺഗ്രസ്സുകാരായിരിക്കുമല്ലോ, കോൺഗ്രസിൻ്റെ അനുഭാവികളായിരിക്കുമല്ലോ. CPM-കാരെന്തായാലും കോൺഗ്രസിൻ്റെ ചലഞ്ചിലേക്ക് ഫണ്ട് കൊടുക്കില്ലല്ലോ. CPM-നെ സ്നേഹിക്കുന്ന ആരും കൊടുക്കാൻ സാധ്യതയില്ല. പൊതുജനം എന്ന് പറയുന്നവരിൽ കോൺഗ്രസിനോട് അനുഭാവം പുലർത്തുന്നവരെ ഈ ഫണ്ട് കൊടുത്തവരിൽ നിന്നിട്ട് ഞങ്ങളുടെ ഫണ്ട് എവിടെയെന്നൊരു ചോദ്യം വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം, പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് 10,100 വീടുകൾ കേരളത്തിൽ കൊടുത്ത ഒരു സംഘടനയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് അവർ അല്പം കഴിഞ്ഞ വർഷം തന്നെ 30 വീട് രാഹുൽ ഗാന്ധി അവിടെ കൊടുക്കേണ്ടായി. അപ്പോൾ കോൺഗ്രസ് വീട് കൊടുക്കുമെന്ന്, ആ ദുരന്തബാധിതർക്ക് കൊടുക്കുമെന്ന് അണികൾക്കറിയാം, പൈസ കൊടുത്തവർക്കറിയാം. ആ ചോദ്യം വരുന്നില്ല, നിങ്ങൾക്കാണ് സംശയം. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചതിനെ പറ്റി ഒരു ചോദ്യമില്ല താനും, നിങ്ങൾക്കില്ല. പക്ഷേ നിങ്ങളുടെ പ്രവർത്തകർക്കുണ്ട്. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു, 1 കോടിയിലധികം പിരിച്ച്, 1.5 കോടിയോളം പിരിച്ച് 90 ലക്ഷം വെട്ടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ഇത് വെട്ടിച്ചു എന്ന് പറയുന്നത് CPM-ൻ്റെ പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെയാണ്. പ്രവർത്തകരാണ് ചോദിക്കുന്നത്, നേതാക്കളാണ് ചോദിക്കുന്നത്. അപ്പോൾ കണക്ക് വെക്കേണ്ടത് ബാധ്യത നിങ്ങൾക്കില്ലേ? കോൺഗ്രസിന് ഒരു നീതി, നിങ്ങൾക്കൊരു നീതി എന്ന രീതിയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? നിങ്ങളെ ഒന്നുമില്ലെങ്കിലും CPM-ൻ്റെ പ്രവർത്തകർ CPM-ൻ്റെ പ്രവർത്തകരല്ല, ഗ്രൗണ്ടിലെ പ്രവർത്തകരല്ല, ഈ സൈബർ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ നിങ്ങളെന്തോ ഭയങ്കര സംഭവമാണെന്നാണ് കരുതുന്നത്. ഊതി വീർപ്പിച്ച ഒരു ബലൂണായിട്ട് അവർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വന്ന് മണ്ടത്തരം പറയരുത്. നിങ്ങളിങ്ങനെ തേഞ്ഞൊട്ടുന്നത് കാണുമ്പോഴത്തേക്ക് അവർക്കത് സഹിക്കാൻ പറ്റത്തില്ല. നിങ്ങളാൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഇങ്ങനെ വന്ന് മണ്ടത്തരം പറഞ്ഞ് ഇങ്ങനെ ഒരു കോമാളിയായിട്ട് പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല. മോശമാണ്.